ഗൈസ്, ഗീതൂസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ ഒരേ ഒരു അനിയത്തി അവളുടെ ബാവയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നാണ് സെലിബ്രേഷൻ. ഓൾറെഡി അവളുടെ ബർത്ത്ഡേ ഈ മാസം 21-ാം തീയതി ആയിരുന്നു. അപ്പം ഇന്നിപ്പം ഓരോരുത്തരുടെ ഫാമിലിയിലുള്ളവരും പിന്നെ എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുക, എല്ലാവരുടെ ജോലിയും വരാനുള്ള സൗകര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ഇന്നത്തേക്ക് മാറ്റി വെച്ചത്. അപ്പോൾ ഇന്നാണ് അവിടുത്തെ സെലിബ്രേഷനൊക്കെ. അധികം ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല, അവരുടെ ഫാമിലിയിലുള്ളവരെയും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചിട്ടുള്ളൂ. അപ്പം ഇന്ന് നമുക്ക് എന്താ പറയുക, സെലിബ്രേഷൻ നടത്തിയാലും നാളെ നമുക്ക് ലീവ് ആണല്ലോ, ഓൾറെഡി സൺഡേ ആണല്ലോ. അപ്പം നമുക്ക് റെസ്റ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. അപ്പം അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അവർ ഇന്ന് വെച്ചത്. അപ്പം ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ സാറേനെ ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ഇനിയുള്ള മുടിയൊക്കെ കെട്ടിക്കൊടുക്കാണ്ട് സ്റ്റാൻഡിംഗ് കുട്ടനെ ഓൾറെഡി ഒരുക്കി, അവൻ ഉറങ്ങി. താഴെ പപ്പയും അമ്മയൊക്കെ റെഡി ആവുന്നുണ്ട്. ഞങ്ങളിപ്പോൾ റെഡി ആകാൻ വേണ്ടി വന്നതാണ്. ഞാനും ഡ്രസ്സൊക്കെ മാറ്റി ഇനി എനിക്ക് പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടണം. പിന്നെ ഞങ്ങൾക്ക് ടൗണിലൊക്കെ ഒന്ന് പോകണം, കുറച്ച് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, ഗിഫ്റ്റൊക്കെ വാങ്ങണം. അപ്പോൾ എല്ലാ വിശേഷങ്ങളും അവിടുത്തെ അവിടെ ഒരു പ്രത്യേക അടിവാരത്താണ് അവരുടെ വീട്. അടിവാരം അവിടെ ഒരു പ്രത്യേക തരമാണ്, നല്ല അടിപൊളിയാണ്. കാരണം റബ്ബർ തോട്ടവും ഫുള്ളും പാറകളും വെള്ളവും പുഴയും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസം അവിടെ കാണാൻ. അപ്പോൾ ബാക്കി വിശേഷങ്ങളും ഒക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങളിതാ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലെത്തി. സാറ പിന്നെ വേഗം അവിടെ ഇരുന്ന വണ്ടിയൊക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് കളിയൊക്കെയാണ് പരിപാടി. അങ്ങനെ എൻ്റെ പപ്പയും അമ്മയും അമ്മയുടെ അനിയത്തിയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പപ്പ പിന്നെ വേഗം സ്റ്റാലിൻകുട്ടനെ വേഗം എടുത്ത് പിന്നെ പപ്പ അവനെ വിളിക്കുന്നത് കള്ളപ്പന്നി എന്നാണ് വിളിക്കുക. പപ്പയ്ക്ക് ഇഷ്ടം, അങ്ങനെ വിളിക്കുമ്പോൾ അവനും ഒരു ഇതാണ്. അങ്ങനെ ആൻറ്റി പിന്നെ അവനെ എടുത്ത് പുറത്തേക്കൊക്കെ പോയി. അപ്പോഴത്തേക്ക് അവർ ഭക്ഷണമൊക്കെ വേഗം എടുത്ത് വെച്ചു കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഏകദേശം ഒരു 2:30 ആയി അവിടെ എത്തുമ്പോൾ. അപ്പോൾ പിന്നെ വേഗം ഞങ്ങൾ ഭക്ഷണമെല്ലാം വേഗം കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവരുടെ കസിൻസ് ആരൊക്കെയൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു, അവരൊക്കെയായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ വേഗം ഞങ്ങൾ ഭക്ഷണം ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവരുടെ താഴെയാണ് ഈ എന്താ പറയുക, പുഴയല്ല, ചെറിയ തോട് പോലെ ഒക്കെയാണ്. നല്ല രസമാണ് അവിടെ കാണാൻ, അടിപൊളി. ഫുള്ളും പാറകളാണ്, ഉണ്ട കല്ലുകളൊക്കെ ഉണ്ട്. ഒരു പ്രത്യേക ഭംഗിയാണ് അവിടെ കാണാൻ. അപ്പം അമ്മയും കൂടെ പോന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നടക്കാനുണ്ട് താഴേക്ക്. ഇതൊക്കെ അവരുടെ പറമ്പ് തന്നെയാണ്. അവിടെ ഫുള്ളും എന്താ പറയുക, റബ്ബറും പിന്നെ കുറേ അതും ഇതൊക്കെ ആയിട്ട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ആരുടെയോ ഒരു പോത്താന്ന് തോന്നുന്നു. അപ്പോൾ വേഗം അതിൻ്റെ തലോടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങനെ നിന്ന് കൊടുക്കുക, ഒന്നും ചെയ്യാണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കൊക്കെ പേടിയായി. ഞങ്ങൾ വേഗം പപ്പയുടെ സൈഡിൽ കൂടി അങ്ങ് പോയി. അതൊന്നും ചെയ്യൊന്നുമില്ല. അങ്ങനെ പിന്നെ ഇത് അവരുടെ ഇവിടുത്തെ പാലമാണ്. ഈ പാലത്തിൽ കൂടെ പോയാൽ തന്നെ അവർക്ക് ചർച്ചിലേക്ക് പോകാൻ എളുപ്പമുണ്ട്. ഇത് കണ്ടോ, നിറച്ചും ഉണ്ടക്കല്ലുകളാണ്, ഒരു പ്രത്യേക ഭംഗി. അതിൻ്റെ ഒന്നും പറയാനില്ല. അവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോരാൻ തന്നെ തോന്നുന്നില്ല. അപ്പോഴത്തേക്കും വന്നപടി തന്നെ അമ്മയും ആൻറ്റിയും കൂടി വേഗം കല്ലൊക്കെ പെറുക്കുക. കാരണം ഒരു എന്താ പറയുക, എന്തു ഭംഗിയാണെന്ന് പറയുക, കല്ലൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി. നമുക്കൊക്കെ ഈ കല്ലൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മളെ വീടുകളിലെ സൈഡിൽ ഇളനിന്നേൻ്റെ സൈഡ് വഴിയൊക്കെ ഇതിങ്ങനെ വെച്ച് കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും. പിന്നെ ചെടികളുടെ സൈഡിലും അതുപോലെ തന്നെ വെള്ളം തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഇരിക്കാൻ തോന്നും. കാരണം അതുപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളവും അപ്പോൾ വരുന്ന വെള്ളം അധികം ഒഴുക്കൊന്നുമില്ല. അതുകൊണ്ട് നമുക്കവിടെ സേഫായിട്ട് നിൽക്കുകയും ചെയ്യാം. ഞാൻ പിന്നെ അവിടെ കിടന്ന ഒരു വള്ളീൻ്റെ മുകളിൽ വേഗം ഊഞ്ഞാലൊക്കെ ആടി. ഊഞ്ഞാലാടുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ എന്താ പറയുക, വെള്ളവും കൂടി ആകുമ്പോൾ നല്ലൊരു പ്രത്യേക വൈബാണല്ലോ. അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിൽ കയറിയപ്പോഴത്തേക്ക് അമ്മയും അമ്മയുടെ അനിയത്തിയൊക്കെ പറഞ്ഞു, എടി ഞങ്ങൾക്കും കയറണമെന്നുണ്ട്, വേണ്ട ഇനി വല്ല നടുവെങ്ങാനും മുളുക്കി പോയാലോ എന്ന് പേടിച്ചിട്ട് അവരവിടെ തന്നെ ഇരുന്നു. അമ്മയ്ക്ക് പിന്നെ ഇറങ്ങാനൊരു പേടി. അമ്മ പറഞ്ഞു സാരില്ല, ഞാൻ കാല് വെള്ളത്തിൽ ഇട്ട് നിന്നോളാം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി. സാറയ്ക്കാണെങ്കിൽ അയ്യോ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. സാറയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അവൾക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ, വെള്ളം കണ്ടാൽ പിന്നെ സാറയ്ക്ക് പിന്നെ അവിടെ നിന്ന് പോരേണ്ടി വരികയില്ല. സാറ അവിടെ തന്നെയാണ് ഫുൾ ടൈം. അങ്ങനെ പിന്നെ സാറേനെയും വേഗം സാറ് പറഞ്ഞു അമ്മ എന്നെയും കൂടെ ആ വള്ളീൻ്റെ മുകളിൽ കയറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അവളെ ഇരുത്താൻ നേരത്തെ എനിക്ക് ഇരുത്താൻ പറ്റുന്നില്ല. കാരണം ആ വള്ളി പെട്ടെന്ന് നീങ്ങി ബാക്കോട്ട് പോകുന്നതുകൊണ്ട് അവൾക്ക് ചിലപ്പോൾ പിടുത്തം കിട്ടിയില്ലെങ്കിൽ ആ ബാക്കിലെ പാറക്കിട്ടെങ്ങാനും തട്ടിയാലേ പണി കിട്ടും.
അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ അവളെ കുറച്ച് നേരം പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഇറക്കി. അങ്ങനെ പിന്നെ ഇത് കണ്ടില്ലേ, ഈ വെള്ളമാണ് ഇതിങ്ങനെ വന്ന് ഈ പാറേൻ്റെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകി ആ താഴേക്ക് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങ് താഴെ വരെയും ഇങ്ങനെ വെള്ളം പോവും. പിന്നെ ഞാനും വേഗം ഇവരുടെ കൂടെ കല്ലൊക്കെ പെറുക്കാൻ കൂടി. കല്ലൊക്കെ തന്നെ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊരു ഭംഗിയെന്നറിയാം. കുഞ്ഞു കുഞ്ഞു ഉണ്ട കല്ലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാക്ക് ഉണ്ട കല്ലുകൾ പെറുക്കിക്കൊണ്ട് വരാം. അതുപോലെ നല്ല ഭംഗിയുള്ള കല്ലുകളാണ്. എന്താ പറയുക, ഇപ്പം നമ്മളൊക്കെ മുഖത്തൊക്കെ ചിലവരൊക്കെ മഞ്ഞളും അങ്ങനെ ഇങ്ങനെയൊക്കെ തേക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ ഉരയ്ക്കാൻ പറ്റിയ നല്ല കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ കിട്ടും. അങ്ങനെ തന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു. കാരണം ഇവിടെ ചിപ്പിയും എൻ്റെ അനിയത്തിയും അനിയത്തിൻ്റെ ഹസ്ബൻഡും കൂടി ഇവർക്കൊരു മാമോദീസ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ അവരവിടെ പോയതായിരുന്നു. അവരിപ്പോൾ വന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവരിവിടെ ഏകദേശം ഡെക്കറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ആരെ വിളിച്ചിട്ടങ്ങാണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. എന്തായാലും നല്ല ഭംഗിയുണ്ട്, കാണാനൊക്കെ നല്ല സൂപ്പറായിരുന്നു ഡെക്കറേഷനും. അതുപോലെ തന്നെ എല്ലാവരും പിന്നെ വേഗം എൻ്റെ അനിയത്തി വേഗം വിളിച്ചേടി വാടി വന്ന് ഇച്ചിരി ബലൂൺ വീർപ്പിച്ച് താടിയെന്ന് പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ വാ കൊണ്ട് ഇങ്ങനെ വീർപ്പിക്കുമ്പോൾ വാൻ്റെ 2 സൈഡും വേദന എടുക്കുക. അപ്പോൾ പിന്നെ അവളുടെ ഇതിൻ്റെ കൂടെ കാറ്റടിക്കുന്നത് കൊണ്ട് പിന്നെ കുറേയൊക്കെ വീർപ്പിച്ചു, കുറേയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി അവൾ പറഞ്ഞു എന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞങ്ങൾ വേഗത എന്താണ് ഞങ്ങളുടെ ബർത്ത്ഡേക്കാരി. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ 4 പല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പല്ലും കാണിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുക. അതെന്ത് പറഞ്ഞാലും ചിരിക്കും. അതുകൊണ്ട് ആരെ കണ്ടാലും എന്ത് കാണിച്ചാലും ഒക്കെ ചിരിക്കും. അങ്ങനെ പിന്നെ സ്റ്റാലിൻകുട്ടനും പിന്നെ എലോറമോക്കും കൂടെ വേഗം ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു. സ്റ്റാലിൻകുട്ടന് ഞാൻ പഴം വാട്ടിയിട്ടുണ്ടായിരുന്നു, പഴം കൊടുത്തു. അവൾക്കാണെങ്കിൽ എലോറമോക്കാണെങ്കിൽ കഞ്ഞി വേവിച്ചിട്ടുണ്ടായിരുന്നു അവൾ. അപ്പോൾ അവൾക്ക് അതും കൊടുത്തു. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ എലോറമോളുടെ ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് അവർ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം അതെല്ലാം തൂക്കി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ചായയൊക്കെ വേഗം റെഡിയായി. കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം എല്ലാവരും വന്നവർക്കും എല്ലാവർക്കും പിന്നെന്താ പഴം, അതുപോലെ തന്നെ ചിപ്സ്, ബിസ്ക്കറ്റ്, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളൊക്കെ ആണല്ലോ. അങ്ങനെ പിന്നെ അതെല്ലാം എല്ലാവർക്കും എടുത്തു വെച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോൾ 2 പേരും കൂടെ കുശലം പറഞ്ഞിരിക്കുക. പതുക്കെ വന്ന് അവനിങ്ങനെ തൊടുക. അതും അവളുടെ ചൂണ്ട് വിരലും കൊണ്ട് അവനിങ്ങനെ തൊടുകയുള്ളൂ. പിന്നെ അവനോട് എന്തൊക്കെയോ അവളെ ഗൂ എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റാലിനും എന്തൊക്കെയോ എന്നൊക്കെ പറയുന്നുണ്ട്. 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും. അങ്ങനെ വേദനിപ്പിക്കുന്നൊന്നുമില്ല, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും വേഗം എന്നെ നോക്കുക. പിന്നെ എന്താ ഞാനെന്തോ പരിപാടി ഒപ്പിക്കുന്ന പോലെയാണ് എന്നെ കുറേ നേരമായി അവൾ നോക്കുന്നത്. ഞാൻ പറഞ്ഞു എല്ലോറ ഏത് നിൻ്റെ തേട്ടായി ആട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കുറേ നേരം തേട്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം ഞങ്ങൾ വീർപ്പിച്ച് ബലൂണൊക്കെ വേഗം സെറ്റ് ചെയ്ത് പപ്പയും അമ്മയും ഷിജാൻ്റെയും ആൻറ്റിയും കൂടെ കൂടിയിട്ട് വേഗം അതൊക്കെ സ്റ്റിക്കറൊക്കെ വെച്ചു അതും ഇതൊക്കെ വെച്ച് ഒട്ടിക്കലും ഡെക്കറേഷൻ ചെയ്യലും ബാക്കിയൊക്കെ ചെയ്യലായിരുന്നു. അങ്ങനെ പിന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അവരുടെ കസിൻസും ആൻറ്റിമാരും ഇവരൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ ഇതാരാന്നറിയോ? ഇപ്പോൾ അവിടെ പോയി ആ സോഫയിലിരുന്ന ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബശ്രീ ശാരദ എന്ന് പറഞ്ഞ സീരിയലിലെ സീ കേരളയിലെ അതിൽ അഭിനയിച്ച കുട്ടിയാണ്. പ്രീതി എന്നാണ് പേര്. അതിലെ കഥാപാത്രത്തിൻ്റെ ശരിക്കുള്ള പേര് കാജൽ എന്നാട്ടോ. അങ്ങനെ പിന്നെ അവളൊക്കെ ആയിട്ട് കുറേ എന്തൊക്കെയായിരുന്നു, ഫുള്ളും എൻജോയ് ചെയ്തു അവളൊക്കെ ആയിട്ട്. പിന്നെ ഇതൊക്കെയാണ് ഫൈനൽ ലുക്ക്. ഡെക്കറേഷനെല്ലാം ചെയ്തു. അവർ കുറേ സാധനങ്ങളൊക്കെ എത്താനുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ കുറച്ചായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി എന്തൊക്കെയോ ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. പിന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഏകദേശം രാത്രി ആവാനായി. അങ്ങനെ കസിൻസും പിന്നെ ഒരുപാട് അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരും അനിയൻ്റെ അവളുടെ ഹസ്ബൻഡിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നവരും എല്ലാവരുമായിട്ട് ഓരോരുത്തരൊക്കെ വർത്തമാനം പറയലും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കലൊക്കെയാണ് എല്ലാവരും. പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് ചേരുമ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ പറയും കാര്യങ്ങളൊക്കെ. എത്രയോ നാൾ കൂടിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓരോരുത്തർ കണ്ടുമുട്ടുന്നതും കാണുന്നതൊക്കെ. അങ്ങനെ പിന്നെ കേക്ക് മുറിക്കുന്ന ടൈമായി. അപ്പോഴത്തേക്ക് അവൾക്ക് ഇച്ചിരി വാശിയൊക്കെ ആയിരുന്നു. ഉറങ്ങുകയൊന്നും ചെയ്യാത്തത് കൊണ്ടുള്ള വാശി നല്ലോണം ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അവളെ കുത്തി എണീപ്പിച്ച ഉറക്കത്തിൽ നിന്ന് തന്നെ ഞാൻ അവളെ കുത്തി എണീപ്പിക്കുകയും ചെയ്തു. കാരണം നേരവും പോയി, എല്ലാവർക്കും വീട്ടിലൊക്കെ എത്തണ്ടേ, ഫുഡ് കഴിക്കാനൊക്കെ ലേറ്റായിപ്പോയി.
അങ്ങനെ പിന്നെ വേഗം പിന്നെ മെഴുകുതിരി ഊതി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ആ കത്തി കയ്യിൽ കിട്ടണം. നമ്മൾ ആ എന്താ പറയുക കേക്ക് കട്ട് ചെയ്യുന്ന കത്തി അവൾക്ക് കയ്യിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം വാശി പിടിച്ചു. അതിന് വാശി പിടിച്ച് കഴിഞ്ഞിട്ട് അവൾ കൊടുക്കാത്തതിൻ്റെ പേരിൽ അവൾ കരച്ചിലും പിന്നെ അവൾക്ക് വല്ലാതെ വാശിയായി പോയി. പിന്നെ എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട, അവൾ കുറേ അതും ഇതൊക്കെ അവളുടെ മൈൻഡ് മാറ്റാനൊക്കെ നോക്കി. എന്നാലും ഒരു രക്ഷയില്ല. അവൾക്ക് അതൊന്നും വേണ്ട. അവൾക്കിപ്പോൾ എന്തോ അവൾ ആ കയ്യിൽ കൊടുത്ത ആ കത്തി എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും എന്നിട്ട് പിന്നെ അവളുടെ മുമ്പിലേക്ക് ഫോണും പിന്നെന്താ പറയുക പാട്ടുപാടലും അതുപോലെ തന്നെ കുറേ കൈയൊക്കെ കൊട്ടിയിട്ടും എവിടെ ഒരു റെസ്പോണ്ടും ഇല്ല അവൾ. അങ്ങനെ പിന്നെ ഫോട്ടോ എല്ലാം കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കുന്ന ചടങ്ങാണ്. അങ്ങനെ അമ്മയും പപ്പയൊക്കെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും സാറമോളും കൂടെ വേഗം എടുത്തു. അപ്പോൾ വേഗം എന്നെ നോക്കിയിട്ട് എന്തൊക്കെയോ അവൾക്ക് ഞാൻ പറഞ്ഞില്ല, അവൾ എന്നെ കാണുമ്പോൾ അപ്പം അവൾക്ക് ചിരി വരും. അതാ എന്നെ ഇങ്ങനെ കുറേ നേരമായിട്ട് അവൾ എന്നെ തന്നെ നോക്കുമായിരുന്നു. അങ്ങനെ പിന്നെ പപ്പേനെയും അമ്മേനെയും നിർത്തി ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ എടുത്തു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ പിന്നെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ട എല്ലാവരും വിളിക്കാൻ തുടങ്ങി. പിന്നെ വേഗം ഭക്ഷണമൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയാനുള്ള സൂപ്പർ ഫുഡായിരുന്നു. നെയ്ച്ചോറും ബീഫ് ചില്ലി, പിന്നെ ചിക്കൻ കറി, സാലഡ്, പിന്നെ നല്ല അടിപൊളി നാരങ്ങ അച്ചാർ, നല്ല ഫ്രൂട്ട് സാലഡ്, ഐസ്ക്രീം, ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ കാജലിനെ നിർത്തി. വേഗം അവർ ഫോട്ടോ എടുത്തില്ലായിരുന്നു, വേഗം അവളെ നിർത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബർത്ത്ഡേ ബേബിയുടെ ഫോട്ടോഷൂട്ടായിരുന്നു. ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു. എങ്ങനെയൊക്കെയോ ഫോണൊക്കെ കാണിച്ച് ഞങ്ങൾ നിർത്തിയതാണ്. അങ്ങനെ ഞങ്ങളിതാ ഇപ്പം വന്ന് കയറിയുള്ളൂ. ഉറക്കമൊക്കെ വന്നിട്ട് വയ്യ. 11:30 സമയം. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് അപ്പം തന്നെ ഞങ്ങൾ വേഗം പോന്നു. കാരണം ഇവിടെ എത്തണ്ടേ, ബേപ്പൂർ എത്തണമല്ലോ. അപ്പോൾ വേഗം ഞങ്ങൾ ഒരാളെയും കൂടെ ഇറക്കാനുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മളെ സീരിയലിലെ കാജൽ എന്ന് പറഞ്ഞ കുട്ടീനെ പിന്നെ വരുന്ന വഴിക്ക് അവളെ ഇറക്കണം എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവൾ വഴിയൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ അവളെ ആ സ്റ്റോപ്പിൽ ഇറക്കി. അവളെ അച്ഛൻ വന്നായിരുന്നു കൂട്ടാൻ. അങ്ങനെ അവളെ ഇറക്കി ഞങ്ങളിവിടെ ഒരു 11:30 ആയപ്പോഴത്തേക്ക് എത്തി. ഞാൻ വന്ന് വേഗം തന്നെ മേലൊക്കെ വേഗം കഴുകി. സ്റ്റാലിൻകുട്ടൻ താഴെ നല്ല ഉറക്കമാണ്. സ്റ്റാലിൻകുട്ടനാണെങ്കിൽ മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അവനാണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്ത്. അവിടെ നിന്ന് തന്നെ അവൻ ഉറങ്ങിപ്പോയായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു, കുഴപ്പമൊന്നുമില്ലാതെ. പിന്നെ നമ്മുടെ എലോറമോക്ക് നല്ല അത്യാവശ്യം നല്ല ദേഷ്യവും എന്താ പറയുക വാശിയൊക്കെ ആയിരുന്നു. എന്നാലും എങ്ങനെയൊക്കെയോ എല്ലാ പരിപാടിയും എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തു. എന്തായാലും എല്ലാം സൂപ്പറായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ല കേട്ടോ. കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും ലൈക്ക് ചെയ്യുകയും വേണം, അതിനനുസരിച്ച് കമൻറ്റും ചെയ്യണം. പിന്നെ എന്താ പറയുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്, എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആരും ലൈക്ക് ചെയ്യാനും എന്താ പറയുക കമൻറ്റ് ചെയ്യാനൊന്നും ആരും കൂട്ടാക്കുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആരും മറന്നു പോകണ്ട, എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പം എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.